നിങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കാശ് ചിലവാക്കിയിട്ട്. നമുക്കറിയാം, വില കൂടിയ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആ സാധനം മാത്രമല്ല കൊണ്ടുവരുന്നത്, അതിൻ്റെ കൂടെ ഒരു ഗ്യാരണ്ടി കാർഡ് ഉണ്ടാവും. അത് നമ്മൾ വെച്ചേക്കും. എന്താണ്? കാരണം ചീത്താവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുപയോഗിച്ച് അതിന് റിപ്പയറിങ്ങോ മാറ്റി വാങ്ങിക്കലോ എന്താണെന്ന് വെച്ചാൽ നടത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ: ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച്. കയറി വന്നത് ഒരു ചെക്കനും പെണ്ണുമായിട്ടാണ്, ഇറങ്ങിപ്പോകുന്നത് ഭാര്യയും ഭർത്താവുമായിട്ട്. ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്: മരണം വരെ. അതായത് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഗ്യാരണ്ടി കാർഡിൽ 1 വർഷമോ 2 വർഷമോ അല്ല, ലൈഫ് ടൈമാണ്. ലൈഫ് ടൈം ഗ്യാരണ്ടിയോട് കൂടെയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. അതുതന്നെയാണ് കല്യാണം കഴിയുമ്പോൾ ജീവിത പങ്കാളിയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്ടത്തിന് കുറവുകൾ സംഭവിക്കും. ആ സമയത്ത് അവളോട് അല്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം. ഉദാഹരണത്തിന്, നമ്മൾ വില കൂടിയ ഒരു മൊബൈൽ വാങ്ങിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ മൊബൈൽ നമ്മൾ വിചാരിച്ചതുപോലെ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ മൊബൈലിനോട് ഒരിക്കലും ചൂടാവില്ല. അതെവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ടുപോയിട്ട് പറയും, ഇത് ഇങ്ങനെയൊക്കെയാണ് കുഴപ്പം. കാലങ്ങൾ കഴിയുമ്പോൾ നീ വിചാരിച്ചതുപോലെ നിൻ്റെ ജീവിത പങ്കാളി നിന്നോടൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ നീ പരാതിപ്പെടേണ്ടത് അവനോടോ അവളോടോ അല്ല, എവിടെ നിന്ന് കിട്ടി അവിടേക്ക് വരും. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വന്ന് പറഞ്ഞാൽ മാറാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ഈ ബലിപീഠത്തെ അതായിട്ട് നിങ്ങൾ കാണണം. ഒരു ദിവസം ഇതുപോലെ വിവാഹത്തിന് പ്രസംഗം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടുണ്ട്, അവൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്: അച്ഛാ, ഇത് നന്നാക്കി മാത്രം കിട്ടുള്ളൂ, മാറ്റി കിട്ടാൻ സാധ്യതയുണ്ടാന്ന് ചോദിച്ചു. അതുകൂടെ ചേർത്ത് വയ്ക്കുകയാണ്, റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഇല്ല, മെയിൻ്റനൻസ് വാറണ്ടി മാത്രമേ ഉള്ളൂ, അതും ലൈഫ് ടൈമാണ്.